ലഹരി സംഘങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിനായി ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ കേരള പോലീസ് ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി വിദ്യാലയങ്ങളുടെ പരിസരത്തും സമീപത്തുള്ള കടകളിലും പോലീസിന്റെ പ്രത്യേക നിരീക്ഷണം ഉണ്ടാകും. ഞാനൊരു ചങ്ങായി വരാണ്ട് വെയിറ്റ് ആക്കുന്നത്. നമ്മളെ സുതിയില്ലേ, കല്ല് സുതി. ഇല്ലടാ, അത് ചെറിയൊരു ആവശ്യമുണ്ട്, അങ്ങനെ വെയിറ്റ് ആക്കണ്ടേ. ഇല്ല, അത് ഒരു ബിസിനസ് പരമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. കല്ല് കച്ചവടം തന്നെ. അത് ഞാനോട് പറഞ്ഞിട്ടുണ്ടാ, ഞാൻ കല്ല് കച്ചവടമാക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞത് നമ്മൾ ഒരു ഡൗട്ട് ആക്കാനില്ലല്ലോ. ഇവിടെ അത്ഭുതപ്പെടാനെന്നുള്ള ഇതിപ്പോൾ ഇല്ലാത്ത കഥ ഒന്നല്ല, ഇവിടെ നടക്കുന്നുള്ള കഥ തന്നെയല്ലേ കല്ല് കച്ചവടമാക്കാനുള്ള പരിപാടി. അപ്പോൾ ഓന് ചെറിയ പൈസ ഒക്കെ തരൂ, ഞാനത് സെയിലാക്കും. പ്രശ്നമല്ല, തീരുമല്ലോ. നേരം ഞാൻ ഇതിന് കള പറയുന്നത്, ഉള്ള കഥ പറയുന്നത്. പിന്നെ ഞാൻ എന്താക്കേണ്ട പോയി തോന്നി. എൻ്റെ അവസ്ഥ അറിയുന്നല്ലേ, എത്ര കൊല്ലമായി ഞാൻ ഇന്ന് ഇറങ്ങുന്നത്. സത്യം പറഞ്ഞ് പിടിഞ്ഞിട്ട് മൂക്കിലേക്ക് എത്തിയിട്ടുള്ള 2 കൊല്ലമായി ഞാൻ ഇത് അനുഭവിക്കുന്നത്. കഴിഞ്ഞ 6 മാസം കൊണ്ട് അവസ്ഥ പറയണ്ട. കുറേ നിൽക്കാൻ പറ്റില്ല. നാട്ടിൽ ഒരു ബിസിനസ് ചെയ്തിട്ട് മാന്യമായിട്ട് ജീവിച്ചിട്ടെങ്കിൽ പറ്റുന്നില്ല. പിന്നെ കുറേ വൽക്കറിൻ്റെ നിയമം, ടാക്സും അതും ഇതും സംസ്ഥാന ഗവൺമെൻറ്റോ മറ്റോ മറിച്ച് ഏതല്ല ഈ നിയമത്തിൻ്റെ നടുവിൽ സാധാരണക്കാരനെ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാനും ബാക്ക്ഗ്രൗണ്ടിൽ ആരെങ്കിലും വേണം. സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കണം. കടങ്ങളെല്ലാം വീട്ടിട്ട് ഈ തല താത്തിരി നിൽക്കുന്നതിന് പകരം തല ഉയർത്തിയിട്ട് ജീവിക്കണം. അതിന് ഞാൻ കണ്ടെത്തിയൊരു മാർഗ്ഗം, ഏറ്റവും നല്ല മാർഗ്ഗം തന്നെ. ഈ കല്ല് കച്ചവടമാക്കി ഞാൻ നോക്കിയെടുത്തേക്കല്ലേ ഏകദേശം ഒരു 3 മാസം കൊണ്ട് എല്ലാവരും കടം പൊട്ടിന് നല്ല പൈസ വായി. എനിക്കും അന്തസ്സിൽ ജീവിക്കണോ. ഞാൻ ആൾക്കാർ മുമ്പ് നല്ല അന്തസ്സിൽ ഞാൻ നിൽക്കുന്ന ചെയ്യും. അതിലെന്ത് തെറ്റുള്ളത്? ഞാൻ ഒരു തെറ്റ് വലിയ കാണുന്നില്ല. പൈസ തെറ്റെന്ത്? പൈസ ഉണ്ടെങ്കിൽ തെറ്റെല്ലാം മറിക്കണോ. പൈസനെ കൊണ്ട് തെറ്റ് മറിച്ച ചരിത്രത്തിലേക്കുള്ളൂ ജീവിതത്തിൽ മനുഷ്യന്മാർ അനുഭവിക്കുന്നൊരു ബേജാറ്, അതിൻ്റെ ബുദ്ധിമുട്ടും. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇതെങ്കിൽ ചന്ദ്രിക്കരി പോയാലോ ഏതെങ്കിലും പാൻറ്റാ മറ്റേ കെട്ടി തൂങ്ങും. അല്ലെങ്കിൽ നാട് വേണം. ഇതൊന്നും എന്നെ കിട്ടാല്ല. ഞാനിതൊന്നും ചെയ്യാണ്ട് ജീവിതത്തിൽ നേരിടാൻ തീരുമാനിച്ചത്. മറ്റുള്ളവർ എങ്ങനെ നശിക്കുന്നതാണ്? ഒരാൾക്ക് ആവശ്യമുള്ളവർ വേണ്ട സുഖം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇത് വാങ്ങുന്നത്. നശിക്കുന്നെങ്ങനെ? നശിക്കുന്നില്ലാതെ ഇത് നേടുന്നതാ. ഇതിൽ എത്ര ആൾ കുടുംബജീവിതമാകുന്നത്, എത്ര ആൾ നശിക്കുന്നത്, എത്ര കുടുംബത്തിന് ഇതില്ലാണ്ടാക്കുന്നറിയോ, എല്ലാണ്ടാക്കുന്നറിയോ. എത്ര ആൾ മെന്റൽ ഹോസ്പിറ്റലിൽ ഉണ്ടെന്നറിയോ. എനിക്ക് ആടെ നീ കണക്കിനാടിൽ പോ, അപ്പോൾ എനിക്ക് അറിയും ആടുത്ത അവസ്ഥ. എത്ര ആളുടെ ഉള്ളിൽ എല്ലാം മെന്റലായിട്ട് ഒരു കുടുംബത്തെ നശിപ്പിക്കുന്ന, ഒരു പ്രദേശത്തെ നശിപ്പിക്കുന്നത്, ഒരു ജില്ലനെ, ഒരു സംസ്ഥാനത്ത്, ഒരു രാജ്യത്തെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ വിപത്ത്. ഏറ്റവും വലിയ വിപത്ത് ഈ മെയിൻ ബെൽറ്റിൽ കുറേ ആൾ അടിമപ്പെടുന്നത്, കുറേ ആൾ അടിമയിലേക്ക് എത്തിക്കുന്നത്, കുറേ ആൾ ഇതിനെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ കുറേ ആൾ എന്താക്കുന്നത്, ഇതിനെ വെച്ചിട്ട് ആൾക്കാരിലേക്ക് എത്തിച്ചിട്ടായിട്ട് ഓരോ ഇതിൻ്റെ അടിമാക്കുന്നത്. ഏത്? ഈ പറയുന്ന ഈ കല്ലിൻ്റെ അടിമയാക്കുന്നത്. ആ കുടുംബത്തിൻ്റെ ഒരു ആശ്രയിക്കും ആ ചെക്കന്. ആ കുടുംബം നോക്കുന്ന ചെക്കനായിരിക്കും. ആ കുടുംബം നോക്കുന്ന ചെക്കന് ഒരു പ്രതീക്ഷ, ഒരു എല്ലാ ജീവിതവും എല്ലാം നശിപ്പിക്കുന്നതല്ലേ. ഇതിൽ എന്ത് നീ പറയുന്നത്? എത്ര ആൾ നശിച്ചിട്ടുണ്ട് അറിയോ? ഇത് നശിപ്പിക്കുന്നതല്ലേ, അല്ലാതെ ഇത് നേടുന്നതാ. ഇനി ആരും നേടി ഇത് വെച്ചിട്ട് ആർക്കും പിന്നെ നല്ല കാലമാണ് വന്നത്. ഇത് വെച്ചിട്ട് ആർക്കും സന്തോഷമാണ് വന്നത്. നാശമല്ല ഉണ്ടായിരുന്നത്. എത്ര ആള് പൈസ ആക്കിയ ആൾക്കാരല്ലോ. പൈസ അത് ശാപത്തിന്റെ പൈസ അല്ലേ. ഇതല്ലോ കച്ചവടമാക്കി ഇന്നലെ ആൾക്കാർ പൈസ ആക്കി. എത്ര ആൾ പൈസ ആക്കി? ഇപ്പൊ ഇതേ കല്ല് സുധീനെ കഥ എടുക്കും. ഓൻ എന്ത് അവസ്ഥയിലുണ്ടെങ്കിൽ ഇപ്പൊ ഇത് കച്ചവടമാക്കിയതിന് ശേഷം നല്ല പൈസ പുരയും കെട്ടി കാറും അങ്ങനെ എല്ലാവർക്കും ജീവിക്കാനുള്ള ആശ ഉണ്ടോ? ഞങ്ങൾക്ക് പൈസ കൊടുത്താൽ പൈസ വിടോ. എന്ത് പൈസ? ഈ പൈസ എന്ത് പൈസ? ശാപത്തിന്റെ പൈസ അല്ലേ. ഓരോ എങ്ങനെ ഓർ ഉണ്ടാക്കുന്നത്? ഇത് ഈ പറയുന്ന ഓരോ ഉമ്മാനും പെങ്ങളും വ്യഭിചരിച്ച പൈസടാ. ആ പൈസനൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്ന പൈസ. മറ്റവൻ്റെ കുടുംബം നശിപ്പിച്ചിട്ട്, മറ്റവരുടെ ജീവിതം നശിപ്പിച്ചിട്ട്, ഒരു സമൂഹത്തെ നശിപ്പിച്ചിട്ടേക്ക് ഈ ഒരു പൈസ ഉണ്ടാക്കുന്നല്ലോ. എത്ര ആൾ ഇത് വലിച്ചിട്ടായിട്ട് എത്ര ആൾക്ക് ഉമ്മാനും പങ്ങനെ തിരിച്ചറിയാൻ കഴിയാതെ എന്തെല്ലാം സംഭവം ഉണ്ടായിന്, എന്തെല്ലാം പ്രശ്നം ഉണ്ടായിന്. അല്ലെങ്കിൽ നീ കണ്ടെന്ന് കേട്ടതെന്നല്ലേ. നിനക്ക് പൈസ ആക്കണോ? നീ മറ്റുള്ള സാഫും ഇല്ല മേറ്റി ഒരു സമൂഹത്തെ നശിപ്പിക്കുന്നത്, ഒരു രാജ്യത്തിലാണ് നശിപ്പിക്കുന്നത്. ഇതെല്ലാം നല്ലതായിട്ടില്ല. ഇത് എങ്ങനെയാണ് എനിക്ക് ഈ മനസ്സിൽ വരുന്നത്? ഇല്ലല്ലോ. ഇത് എനിക്ക് എങ്ങനെ മനസ്സിലായി? ഈ മുടിയിൽ നിൽക്കാൻ എനിക്ക് എങ്ങനെ മനസ്സിൽ വരുന്നത്? ഇത് നല്ലതായില്ലല്ലോ. എന്തിനല്ലോ എന്തിനു സത്യത്തിൽ പൈസ ആക്കിയിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നത് ആശ വന്നിട്ട് നമ്മൾക്ക് തോന്നിപ്പോരും. സത്യം പറഞ്ഞാൽ നീ പറഞ്ഞതെല്ലാം കേട്ടിട്ടാകുമ്പോൾ എനിക്ക് എൻ്റെ ഹൃദയം തുറന്നു. എൻ്റെ തൽക്കാലത്ത് കയറിയിടാം. ശരിയല്ല ഞാൻ ചെയ്യാൻ തീരുമാനിച്ച ഈ കച്ചവടം എന്ന് പറയുന്നത് സാമൂഹിക വിപത്തിന് അനേകായിരം കുടുംബങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒരുപാട് സംഭവങ്ങൾ ഞാനും വായിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ച് എല്ലാത്തിനും പോലും ഇത് പണമല്ലേ. പക്ഷെ ഞാനെന്നൊരാൾ ഇത് കച്ചവടമാക്കിയിട്ട് പണം നേടുമ്പോഴേക്കും ഞാൻ കൂടെ നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബങ്ങൾ, നഷ്ടപ്പെട്ട പെങ്ങന്മാരുടെ ജീവിതം,
ഉമ്മാൻ്റെ ജീവിതം, ഉപ്പാൻ്റെ ജീവിതം, നഷ്ടപ്പെട്ട മക്കളുടെ ജീവിതം, അങ്ങനെ അത് കാരണം പലരും ഇങ്ങനെ കണ്ണിയായിട്ട് ഒരു ക്യാൻസർ പോലെ പടർന്നു പോയ ഈ ഒരു സാമൂഹ്യ വിപത്ത് എനിക്ക് ബാണ്ടോ ഈ കച്ചവടം? നീ എൻ്റെ കണ്ണ് തുറന്നു തന്നെ. അത് ഇങ്ങനെ വേണ്ടത്, ഇങ്ങനെ ചിന്തിക്കേണ്ടത്. എന്തിന് മറ്റോ ശാപം നോക്കിയിട്ട് മറ്റോ നശിപ്പിച്ചിട്ട് പൈസ ഇത് എന്ത് കിട്ടാൻ? അല്ല, ഞാൻ വിചാരിച്ചത് ഒരു ചങ്ങായി എന്ന നിലയിൽ, ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഞാനൊരു കച്ചവടത്തിലേക്ക് ഇറങ്ങിയിട്ടാകുമ്പോൾ നീ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്. സാധാരണ ചങ്ങായിമാർ അങ്ങനെയല്ല ചെയ്യുന്നത്, ഒരു സപ്പോർട്ടാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നീ യഥാർത്ഥത്തിൽ ഇതിലേക്ക് വേണ്ട, ഇതിലേക്ക് വേണ്ടേ വേണ്ട. ഇതില്ലെങ്കിൽ ശാപമാണ്, ഏറ്റവും വലിയ ശാപം. 7 തലമുറ അനുഭവിക്കും, വിടാണ്ട് പിന്തുടരും. എന്തിന് മറ്റുള്ള നശിപ്പിക്കുന്നത്? എന്തിന് ഇത് ഇല്ലാതാക്കുന്നത്? ഈ വേണ്ടേ വേണ്ടേ വേണ്ട. നല്ല നിൻ്റെ ഈ ചിന്ത, ഇങ്ങനെയുള്ള ചിന്ത വന്നത് എനിക്ക് നല്ലതായി. അതിന് പഠിച്ചോണ്ട് സ്തുതി. അതെന്താ എനിക്ക് അങ്ങനെ തോന്നില്ല, നല്ലതായി. എനിക്ക് അള്ളാഹ് ഒരു വഴി കാണിക്കുന്നു. എനിക്ക് അള്ളാഹ് നല്ലൊരു വഴി കാണിക്കും, നല്ലൊരു വഴി. നോക്കുന്നു ഇപ്പോൾ ഇത്ര കച്ചവടം പൊട്ടിയില്ല, 1 അല്ല 9 അല്ല 90 പോയെങ്കിലും ഇനിയും അവസരമുണ്ട്, ഇനിയും ഉണ്ട്. പ്രയത്നിക്കണം. അത് ഒരിക്കൽ വരും. നീ ഇപ്പോൾ ഇങ്ങനെ ആയിട്ടാകുമ്പോൾ നിൻ്റെ ഒരു പരീക്ഷണമാണിത്. ആ പരീക്ഷിക്കുമ്പോൾ നീ വിചാരിക്കുന്നത് ഈ പറയും പോലെ പിന്നെ ഇതെല്ലാം പോയി എനിക്ക് ഇങ്ങനത്തേലേക്ക് ഇറങ്ങാണ്ട് അല്ല, അത് പഠിച്ചോ നോക്കൂ. എന്നിട്ട് നീ ഇങ്ങനത്തേലേക്ക് ഇറങ്ങാണ്ട് പോയെങ്കിൽ അതിനേക്കാൾ വലുതായിട്ട് എനിക്ക് നല്ലൊരു കാര്യം വരും. നമ്മളെ സർക്കാർ ഇപ്പോൾ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി പുതിയൊരു നിയമം കൊണ്ടുവന്നു, ഓപ്പറേഷൻ തൂഫാൻ. നോക്കുക, കേരളത്തിൽ ലഹരിയുടെ വേരറക്കാൻ ഓപ്പറേഷൻ തൂഫാൻ നാർക്കോട്ടിക് ഹണ്ട് പ്രഖ്യാപിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പോലീസ് സ്റ്റേഷനുകളിൽ ജനങ്ങൾക്ക് നിർഭയം കടന്നിട്ടില്ലാവുന്ന സാഹചര്യം ഒരുക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. നമ്മളിപ്പോൾ പുതിയ ഒരു പദ്ധതി ആരംഭിക്കുക. ആ പദ്ധതി ഓപ്പറേഷൻ തൂഫാൻ, ലഹരിയുടെ അടിവേരറുക്കാൻ ഓപ്പറേഷൻ തൂഫാൻ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുക. ഇതിൽ നമ്മൾ പങ്കാളികളാണ് തീർച്ചയായിട്ടും. എന്തെന്ന് പറഞ്ഞെങ്കിൽ ഒരു 100 സ്തുതികളുണ്ടാവും, പക്ഷേ 10,000 ആൾക്കാർ ഇതിനെതിരായിട്ട് നിൽക്കുന്ന നമ്മളുണ്ടാവും, നമ്മൾ നിൽക്കണം. ഇന്ന് കളക്ടറേറ്റിൽ ഇതിൻ്റെ ഇത് സെല്ല് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ്റെ സെല്ല് ഇന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമ്മൾ അതിൽ പങ്കാളികളാണ്. ഈ സമൂഹത്തെ നശിപ്പിക്കുന്ന, സമൂഹത്തിലെ ഏറ്റവും ശത്രുവും സമൂഹത്തിലെ ഏറ്റവും ശാപമായ ഇതിനെതിരെ നമ്മൾ ശക്തമായിട്ട് നമ്മൾ അണിചേരണം. ആഭ്യന്തരമന്ത്രി പറഞ്ഞതുപോലെ ഓപ്പറേഷൻ തൂഫാൻ നമ്മൾ അണിചേരണം. ലഹരി നമുക്ക് വേണ്ട, അത് സാമൂഹ്യ വിപത്താണ്. നാട് നശിപ്പിക്കും, വീട് നശിപ്പിക്കും, കുടുംബം നശിപ്പിക്കും, എന്തിനേറെ നമ്മുടെ രാജ്യം തന്നെ നശിപ്പിക്കാൻ പോകുന്ന വലിയൊരു സാമൂഹ്യ വിപത്ത്. അതിനെതിരെ ഓപ്പറേഷൻ തൂഫാനൊപ്പം ഞങ്ങളുമുണ്ട്.